പ്രമേഹമുള്ള ആളുകളിൽ ബി ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള ഒരു കാരണത്തെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതാണ് പ്രമേഹത്തിന്റെ അല്ലെ ടൈപ്പ് 2 ഡയബറ്റിക്കിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ നമ്മളുടെ ശരീരം കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ രക്തത്തിലെ ഇൻസുലിന്റെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇൻസുലിൻ നമ്മുടെ കിഡ്നിയിൽ പോയിട്ട് ഒരു സിഗ്നൽ കൊടുക്കും, സോഡിയത്തെ ഹോൾഡ് ചെയ്യാൻ, പിടിച്ചു വെക്കാനായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ രക്തത്തിൽ നിന്നും സോഡിയം മൂത്രത്തിലൂടെ പോകുന്നതിനെ ഈ കൂടി നിൽക്കുന്ന ഇൻസുലിൻ തടസ്സപ്പെടുത്തും. അപ്പൊ എന്ത് പറ്റും? രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടി വരും. ഈ സോഡിയത്തിന്റെ അളവ് രക്തത്തിൽ കൂടിയാൽ രക്തത്തിലേക്ക് കൂടുതൽ ജലം ആഗിരണം ചെയ്തെത്തുന്നതിന് കാരണമാകും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഓസ്മോസിസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ രക്തത്തിന്റെ അളവ്, വോളിയം കൂടി വരും. രക്തത്തിന്റെ വോളിയം അല്ലെങ്കിൽ അളവ് കൂടിയാൽ എന്ത് പറ്റും? രക്തക്കുഴലുകളിൽ സമ്മർദ്ദം, പ്രഷർ അനുഭവപ്പെടും. അങ്ങനെയാണ് ഈ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. പ്രമേഹമുള്ള ആളുകളിൽ ബി ഉണ്ടാവാനുള്ള ഒരു കാരണം മാത്രമാണിത്. ചില ആളുകളിൽ ഡയബറ്റിക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബി ഉണ്ടാവും. ഡയബറ്റിക്കിന് മരുന്ന് കഴിക്കുന്നില്ല, ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറയും. അവർ പ്രീ ഡയബറ്റിക് ആയിരിക്കും. അതായത് അവരുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂടി നിൽക്കുവാണ്, അപ്പോഴും ഷുഗർ ലെവൽ നോർമലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇൻസുലിന്റെ അളവ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് ബി പി വന്നത്. 2-3 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പ്രമേഹം വരാം, ആ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പൊ ഇതിനുള്ള പരിഹാര മാർഗം എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിന്, ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിന് സഹായിക്കുന്ന മരുന്നുകൾ, എക്സർസൈസ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആഹാര രീതി, ഇത്രയും കാര്യങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ബി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.